ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെറും ഒരു നൂലും ഒരു ചോക്കും ഉപയോഗിച്ച് എങ്ങനെയാണ് പൂക്കളം വരയ്ക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് അനൗൺസ്മെൻ്റ് ഉണ്ട്. വേറൊന്നുമില്ല, നമ്മൾ ഈ ചാനലിലൂടെ പൂക്കളം ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പൂക്കളം വരയ്ക്കാനായിട്ട് തയ്യാറാവും. അതിനായിട്ട് ഞാനൊരു സ്ഥലം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് നിൽക്കും അങ്ങനെ ഒരു സ്ഥലം ഞാൻ ഒന്ന് അളന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് എപ്പോഴും പൂക്കളം ഇടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കറക്റ്റ് സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സർക്കിൾ വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പിടിച്ചിട്ട് മറ്റു സൈഡിൽ ചോക്കും നൂലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ സർക്കിൾ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോക്കും നൂലും ഉപയോഗിച്ച് നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്ന വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തതാണ് ഈ പൂക്കളം കൈകൊണ്ട് വരച്ച് കാണിക്കൂ. അപ്പോൾ അതുകൊണ്ടുള്ള ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ജസ്റ്റ് നമ്മളെന്താ പറയുക, നൂലും ചോക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ സർക്കിൾ വരച്ചെടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഡിസൈൻ എല്ലാം ഇതിനകത്ത് തന്നെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ചെയ്ത് തുടങ്ങാം. ബാക്കി ഡിസൈൻ നമുക്ക് ഉള്ളിൽ വരച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ സർക്കിള് വരയ്ക്കുന്നതിന് മുമ്പ് സെൻറ്റർ മാർക്ക് ചെയ്യാൻ മറക്കല്ലും, എന്നിട്ട് വേണം സർക്കിൾ വരയ്ക്കാൻ. കാര്യം അതിനുള്ളിൽ ഒരുപാട് സർക്കിൾ വരുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് സിമ്മട്രിക്കലാവില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ സർക്കിൾ എവിടെ വരയ്ക്കണം എന്നൊക്കെ ഒന്ന് അളന്ന് വെച്ചിട്ട് ആ സെൻറ്റർ മാർക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ലാസ്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നേരത്തെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനുള്ളിലായിട്ടുള്ള സർക്കിളോടെ വരച്ച് അങ്ങ് ജോയിൻ ചെയ്ത് വയ്ക്കുക. വളരെ സിമ്പിളല്ലേ. 2 സർക്കിളാണ് നമ്മളിപ്പോൾ വരച്ചത്. ഒരു സർക്കിൾ വരച്ച് അതിന് തൊട്ട് താഴെയായിട്ട് മറ്റൊരു സർക്കിളോടെ വരച്ചു. ഇത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ അപ്പോൾ ഈ പൂക്കളം വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയൊരു പൂക്കളമാണ്. ഈ പൂക്കളം ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ നോക്കാം. ആ വീഡിയോയിൽ കുറച്ചുകൂടി സിമ്മട്രിക്കലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി സിമ്മട്രിക്കലായിട്ട് വരയ്ക്കണമെന്നുള്ളവർക്ക് ആ വീഡിയോ നോക്കാവുന്നതാണ്. ഈ വീഡിയോ നമ്മൾ കൈകൊണ്ട് എങ്ങനെയാണ് ആ ഡിസൈൻ വരച്ചതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 സർക്കിൾ വരച്ചു. ഇനി അതിനുള്ളിലായിട്ട് കുറച്ച് ഡിസൈൻസ് വരയ്ക്കാനുണ്ട്. ഞാൻ അധികം സിമ്മട്രി നോക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് വരയ്ക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. അകത്ത് ഒരു സർക്കിളൂടെ വരച്ചിട്ട് നമുക്ക് ഡിസൈൻ വരയ്ക്കാം. ഞാൻ സിമ്മട്രിക്കലായിട്ട് ഒരുപാട് മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, മറ്റേ വീഡിയോയിൽ സിമ്മട്രിക്കലായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ഡിസൈൻ എടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് പെട്ടെന്ന് എങ്ങനെ വരയ്ക്കാമെന്നുള്ള ഒരു രീതിയാണ്. കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാൻ പറ്റും. നമ്മളിവിടെ 3 സർക്കിളാണ് വരച്ചിട്ടുള്ളത്. പുറമേ നിന്ന് 2 സർക്കിളും ഉള്ളിലായിട്ട് ഒരു സർക്കിളും, അങ്ങനെ ടോട്ടൽ 3 സർക്കിൾ വരച്ചിട്ടുണ്ട്. സിമ്പിളല്ലേ. ഇനി ഞാനൊരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തു. വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് അകത്തെ സർക്കിളൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് എന്താ പറയുക 4ആയിട്ട് കട്ട് ചെയ്ത് വരച്ച് ബാക്കിയുള്ള ഭാഗവും കട്ട് ചെയ്ത് വരയ്ക്കും. അപ്പോൾ ഈ കട്ട് ചെയ്ത് വരയ്ക്കുന്നത് പിന്നീട് ഉപകാരപ്പെടും. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡിസൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് എവിടെ എന്തെല്ലാം വരയ്ക്കണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വരച്ച് വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സർക്കിൾ വരച്ചു, അത് കട്ട് ചെയ്തും വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഡിസൈൻസ് അതിനുള്ളിലായിട്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതെവിടെയൊക്കെ വരയ്ക്കണമെന്ന് നമ്മൾ ഈ കട്ടിങ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒന്ന് നോക്കി വരയ്ക്കുക, കുറച്ച് സമയം എടുത്ത് വരയ്ക്കുക. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. ഓക്കെ, കട്ട് ചെയ്ത ഭാഗത്തായിട്ട് ഡിസൈൻസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് വരയ്ക്കേണ്ടതെന്ന് ഒന്ന് നോക്കുക. അതിന് കുറച്ച് സമയം എടുക്കും. നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ മറ്റൊരു റോഡ് കൂടെ എടുത്തിട്ടുണ്ട്. ആ റോഡ് എന്താ പറയുക, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട്
നമുക്ക് ബാക്കിയുള്ള ആ പുറത്തെ സർക്കിളിൽ ഞാൻ മാർക്ക് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ആ മാർക്കിങ്ങും ആയിട്ട് കണക്ട് ചെയ്ത് ഇതുപോലെ ഫിഗറിൽ തന്നിരിക്കുന്ന ഒരു ഇത് കിട്ടാനായിട്ട് ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു സർക്കിളൂടെ വരയ്ക്കണം, വരച്ചാലേ അത് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കാതെ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഒരു സർക്കിളൂടെ വരച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ടച്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് എറർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് വരയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ആ ഒരു ഇതെടുത്തത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ട് അതിന് താഴെയായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും കറക്റ്റ്. എന്താ പറയുക, സൈസ് മാറാതെ കറക്റ്റായിട്ട് കിട്ടും. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ആ ഷേപ്പ് വരച്ചെടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പം മാക്സിമം എററൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സിമ്മട്രിക്കലായിട്ട് തന്നെ വരയ്ക്കുക. സിമ്മട്രിക്കലായിട്ട് വരച്ച ഓൾറെഡി ഈ ഡിസൈൻ വരച്ച വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ അത്രയും സിമ്മട്രിക്കൽ ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഇനി അത് രണ്ടും കണക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഷേപ്പ് കൂടെ വരയ്ക്കുക. ഓക്കെ, അതും ഇപ്പുറത്തെ സൈഡിലെ ഷേപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരയ്ക്കുക. ഒന്നിടവിട്ട് ആണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡിസൈനാണ്. ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സൊക്കെ നമുക്ക് ഈ പൂക്കളത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കൈകൊണ്ട് വരയ്ക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സിമ്മട്രി നോക്കാം. അപ്പോൾ വരച്ചതെന്തോ ഇവിടെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് മായ്ച്ചിട്ട് നന്നായിട്ട് വരയ്ക്കാവുന്നതാണ്. വേറൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചപ്പോൾ ഏതോ രണ്ട് ഇതുമായിട്ട് മാറി വരച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് വന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു വര ഞാൻ അറിയാതെ വരച്ചു പോയി. ഓക്കെ, അത് ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മാക്സിമം സിമ്മട്രിക്കലി നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം മാർക്ക് ചെയ്യാതെയാണ് വരച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോക്കാതെ വരച്ചത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ വരച്ച് ചേർത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഗീവേഴ്സ് നടത്തുന്നത്, ഗീവേഴ്സ് നമ്മുടെ പുതിയ 2 ചാനലിലൂടെ ആയിരിക്കും ഗീവേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമ്മൾ അടിപൊളി ഡിസൈനുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റ് മറക്കരുത്. പൂക്കളം ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. മാത്രമല്ല ഗീവേഴ്സ് നമ്മുടെ പുതിയ 2 ചാനലിലൂടെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. പുതിയ 2 ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.